നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പം ഈവനിങ് ടു നൈറ്റ് വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായപ്പം റെയിനു സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഇതിൻ്റെ പേര് എന്താണ്, കൊഴുക്കട്ട എന്ന് പറയും കേട്ടോ. ഗോതമ്പിൻ്റെ കൊഴുക്കട്ടയാണ് ഇത്. അരി കൊണ്ടും ഉണ്ടാക്കും. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി. ഇത് തിരുവനന്തപുരത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പഠിച്ചതാണ് കേട്ടോ. ഇവിടെ അത് ഉണ്ടാക്കുന്നുണ്ടോ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാറുണ്ടോ എന്നൊന്നും അറിഞ്ഞൂടാ. ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇതായിരുന്നു സ്പെഷ്യൽ ഫുഡ് എന്നൊക്കെ പറയുന്നത്. പിന്നെ റൈനുവിൻ്റെ മറ്റേ എക്സാം പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ സൈൻ ചെയ്ത് പിറ്റേ ദിവസം കൊടുത്തു വിടാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കി സൈൻ ചെയ്ത് വെക്കുകയാണ്. ഇന്ന് ആക്ച്വലി പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് വന്നായിരുന്നു. പിന്നെ അവൾ കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം കുറച്ച് ലേറ്റായി. അപ്പോൾ അപ്പോഴത്തേക്ക് അവൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ പിന്നെ ഈ ഒപ്പിടാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചു. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി മറന്നു പോകും. കുട്ടിക്ക് കഴിഞ്ഞോ, ഇത് കഴിഞ്ഞോ, ഇഷ്ടായ കുട്ടിക്ക് രസമുണ്ടോ, രസമുണ്ടോ? ഇത് കഴിഞ്ഞ സംഭവം. അപ്പോൾ റൈസർ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്കിങ്ങനെ ചട്ട് മേടിച്ചുകൊണ്ട് നിൽക്കാറുണ്ട്. സാധാരണ മൂത്തവരാണ് ഈ പരിപാടി ചെയ്യാറ്. അപ്പം എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും റൈനുവിനൊക്കെ ഇഷ്ടമാണ്. അപ്പം അത് പെട്ടെന്ന് സ്റ്റോക്ക്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് നേരെ മുക്കത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി ഇറങ്ങാം. ചെറിയൊരു പർച്ചേസിങ് ഉണ്ട് കേട്ടോ. കിച്ചണിക്കുള്ളതാണ്. അതിന് വേണ്ടിയാണ് ഈ കല്യാണത്തിന് പോകണമായിട്ട് മാതിരി ഒരുങ്ങി കെട്ടി പോണത്. കിച്ചണിക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി ബിഗ് ഫ്രഷിലാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമായിട്ട് റഫീഖൊക്കെ ഒരു വർക്കിന് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കയറി സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് ഇറങ്ങി. അതെടുക്കണ്ട, മറ്റെടുത്താൽ മതി. കറങ്ങുമ്പോഴത്തേക്കാണ് വരാം. എനിക്കങ്ങനെ മണ്ടു. ഒരാൾക്കൊരു മീറ്റിങ്ങിന് പോയിട്ട് ഞങ്ങൾ നേരെ മുക്കമ്മാളിൽ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യട്ടെ. ആള് പോയി. അങ്ങനെ ഞങ്ങൾ മാളിൽ കയറിട്ടോ. ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ശരിക്കും ഈ മാള് വന്നത് ഞങ്ങൾക്ക് വലിയൊരു ഉപകാരം. ഞങ്ങൾക്കെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു ഉപകാരമാണ് കേട്ടോ. കാരണം ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് മുക്കത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആൾക്ക് വർക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ മീറ്റിംഗ് ഉണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു കോൾ വന്നൊക്കെ പോകാറുണ്ട്. അപ്പം നമ്മൾ വെറുതെ പോയി പോസ്റ്റ് ആവത്തേ ഉള്ളൂ. അപ്പോൾ കൂടെ പോകണ എല്ലാവരും നല്ല ഇങ്ങനൊരു എന്താ പറയുക, മാൾ വന്നത് കൊണ്ടിട്ട് നമുക്കിവിടെ വെയിറ്റ് ചെയ്ത് കുറച്ച് ചില്ലൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കാനുള്ള സംവിധാനം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് വന്നത് ശരിക്കും മാള് വന്നത് ശരിക്കും ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായി എന്നുള്ളതാണ്. എല്ലാ രീതിയിലും കേട്ടോ, പല രീതിയിൽ നോക്കുകയാണെങ്കിലും ഇത് ഭയങ്കര ഒരു ഹെൽപ്പാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ വന്നത്. അപ്പോഴത്തേക്കും ഒരു അരമണിക്കൂറോളം എടുത്തിട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്
അപ്പോഴത്തേക്ക് റഫീഖ് വന്നു. ഞങ്ങൾ എന്നിട്ട് തിരിച്ചു പോവാൻ വേണ്ടി നോക്കുകയാണ്. സാധനങ്ങളൊക്കെ ഇല്ലെന്നൊന്നും കൂടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ശേഷം തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാണ്. റെയ്നുവിൻ്റെ ഫലൂദ ഞാൻ തന്നെ ബാക്കി കഴിക്കേണ്ടി വന്നു. എന്നും അങ്ങനെയാണ് ഉണ്ടാവാറ് സാധാരണ. അപ്പം എൻ്റെ വയറപ്പം തന്നെ ഫുള്ളായിട്ടോ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം റൈസിനുള്ള പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തു. അവന് ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. പാലൊക്കെ തിളപ്പിച്ച് കൊടുത്തു. പിന്നെ ഒരു സൂപ്പിൻ്റെ മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഉണ്ടാക്കി കുടിച്ച് അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കാന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്ക് ബൈ.